മാരിയമ്മയുടെ കഥ നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ. ഇനി കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളെ ഇവിടെ വിശദീകരിക്കാം. ശൈവ, വൈഷ്ണവ, ശാക്തേയപരമായ ഒരു സംയോജനം ഈ കഥയിലുണ്ട്. ജമദഗ്നി മഹർഷി പരമശിവന്റെ അംശവും രേണുകാദേവി പരാശക്തിയുടെ അംശവും പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ അംശവുമാകുന്നു. പ്രസേനജിത്ത് മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ കുലഗുരുവായ അഗസ്ത്യൻ, ജമദഗ്നി മഹർഷി, രേണുക, പരശുരാമൻ എന്നിവരെല്ലാം തന്നെ ശിവഭക്തരും ശിവാരാധന ചെയ്തു വന്നിരുന്നവരുമായിരുന്നു. ആയോധന കലയിൽ പരശുരാമൻ്റെ ഗുരു ശിവനായിരുന്നു. പിതാവായ ജമദഗ്നി മഹർഷിയുടെ ആജ്ഞ പാലിക്കുന്നതിനു വേണ്ടിയാണ് രാമൻ രേണുകയെ വധിച്ചത്. അമ്മയോടുള്ള അളവറ്റ സ്നേഹവാത്സല്യം മൂലം രാമൻ അമ്മയെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. രേണുകയെ പുനർജീവിപ്പിച്ചപ്പോൾ ശിരസും ഉടലും പരസ്പരം മാറിപ്പോയപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ശിരസിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് ജമദഗ്നി മഹർഷി രാമനോട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല മാരിയമ്മൻ കോവിലുകളിലും ശിരസ് മാത്രമായിട്ടുള്ള പ്രതിഷ്ഠകൾ കാണുന്നത്. സർവജഗത്തിൻ്റെയും അമ്മയായതിനാൽ രേണുക ജഗദംബ എന്ന പേരിൽ അറിയപ്പെടുന്നു. രേണുക അഷ്ടോത്തര ശതനാമ സ്തോത്രത്തിൽ ആദ്യത്തെ നാമം ജഗദംബ എന്നാണ്. പരശുരാമന്റെ അവതാരോദ്ദേശം ദുഷ്ടരായ ക്ഷത്രിയരെ വധിക്കുക എന്നതാണ്. അതിനാലാണ് 1000 കൈകൾ വരദാനമായി ലഭിച്ചിട്ടും ദുഷ്ടനായി തീർന്ന കർത്തവീരാർജുനനെ രാമൻ നിഷ്കരുണം വധിച്ചത്. ജമദഗ്നി മഹർഷിയുടെ ജഡം എരിഞ്ഞു തീർന്ന ചിതയിലേക്ക് എടുത്തുചാടിയ രേണുകയുടെ മുഖമൊഴികെയുള്ള ഭാഗങ്ങളിൽ പൊള്ളലേറ്റിരുന്നു. രേണുക യാഗകുണ്ഡത്തിലെ അഗ്നിയിൽ നിന്നും ജന്മമെടുത്ത കാരണത്താലാണ് മുഖത്തിൽ പൊള്ളലേൽക്കാതിരുന്നത്. എന്നാൽ ശരീരം മാതംഗയുടേതായതുകൊണ്ടാണ് ശരീരത്തിൽ പൊള്ളൽ ബാധിച്ചതും. ശേഷം രേണുക ആര്യവേപ്പിലകളെ വസ്ത്രമാക്കി ധരിച്ചിരുന്നു. വേപ്പിലയാൽ നിർമ്മിതമായ വസ്ത്രത്തെ വേപ്പം ചേല എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ പെരിയപാളയം ഭവാനിയമ്മൻ കോവിൽ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ വേപ്പം ചേല വഴിപാടായി ഭക്തർ ധരിക്കുന്നത് കാണാവുന്നതാണ്. വിശപ്പും ദാഹവും അനുഭവപ്പെട്ട രേണുകയ്ക്ക് ഗ്രാമവാസികൾ പച്ചരി, ശർക്കര, റാഗി മുതലായവ നൽകിയിരുന്നു. പച്ചരി പൊടിച്ചതും ശർക്കരയും ചേർത്ത് ഉരുട്ടി പച്ചമാവും പച്ചരിപ്പൊടിയും ശർക്കരപ്പൊടിയും ചേർത്ത് തുള്ളുമാവ് തയ്യാറാക്കി. റാഗി പൊടിച്ചതും പച്ചരിപ്പൊടിയും വെള്ളത്തിൽ ചേർത്ത് വെള്ളം വറ്റാതെ വേവിച്ചു കുറുക്കി കൂഴും തയ്യാറാക്കി. ഈ ഭക്ഷണങ്ങൾ കഴിച്ചാണ് രേണുക വിശപ്പ് മാറ്റിയത്. ഇതിൽ പച്ചമാവിൽ നെയ്യ് ഒഴിച്ച് തിരി തെളിയിക്കുന്നതിനെയാണ് മാവിളക്ക് എന്ന് പറയുന്നത്. മാവിളക്ക്, തുള്ളുമാവ്, കൂഴ് എന്നിവ മാരിയമ്മയുടെ ഇഷ്ടനിവേദ്യങ്ങളായത് ഈ ഐതിഹ്യത്തെ തുടർന്നാണ്. എന്നാൽ കൂഴ് നിവേദ്യം ആടിമാസത്തിൽ മാത്രമേ നിവേദിക്കുക പതിവുള്ളൂ.